അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. പീഡനം അനുഭവിച്ച കേരള ജനതയ്ക്ക് ഒരു മോചനം കിട്ടിയിരിക്കണം 10 കൊല്ലത്തിന് ശേഷം. വെല്ലുവിളിക്കുകയാണ് UDF-കാർ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അഴിമതിക്കെതിരെയുള്ള സ്വജനപക്ഷപാതത്തിനുള്ള ഒരു വിധിയെഴുത്ത്, അതുപോലെ ജനദ്രോഹ നടപടികൾ കേരളത്തിൽ അങ്ങോളം UDF തരംഗമാണ്. ഇവിടെ തന്നെ KPCC-യിൽ രാവിലെ തുടങ്ങിയ ആഘോഷ പരിപാടിയാണ്. ഇപ്പൊ വളരെ ഗംഭീരമായി കേരളത്തിൽ അങ്ങോളം അടിച്ചു പൊളിക്കുകയാണ് ഞങ്ങള്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസിനെ അടിമകളാക്കി നിർത്താമെന്ന് വിചാരിച്ച പിണറായി വിജയനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഇവിടെ നിന്നും അകറ്റി നിർത്തുകയാണ്. ഇനി കേരളത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ വാക്ക് ഞാനും പറയുന്നു, ശ്രീ പിണറായി വിജയനാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അല്ലാതെ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഉണ്ടാകില്ല. അത്രയ്ക്ക് അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞൊരു ഭരണത്തെ അകറ്റി നിർത്തി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനത വിധി എഴുതി കഴിഞ്ഞു. ഇനി 5 വർഷം ഒരു മതേതര കേരളത്തെ സംരക്ഷിക്കാൻ, ഒരു മതേതര കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി UDF ടീം ഒറ്റക്കെട്ടായി മുന്നിൽ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം വിജയാഘോഷങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF ടീമിന്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ വിജയമല്ലേ വേണ്ടത്. സെഞ്ചുറിക്ക് മേലെ ഞങ്ങൾ പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ CJP-യും UDF തമ്മിലുള്ള മത്സരം, CJP-യും UDF തമ്മിലുള്ള മത്സരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് കടക്കൂപുറത്തെന്ന് പറയുന്ന പിണറായി വിജയനെ UDF ഒന്നടങ്കം കടക്കൂപുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കി ജനങ്ങൾ UDF-ഉം ജനങ്ങളും ഒന്നടങ്കം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജനതയ്ക്ക് ഒരു മോചനം കിട്ടിയിരിക്കണം 10 കൊല്ലത്തിന് ശേഷം. എല്ലാ തരത്തിലും പൊതുജനം മൊത്തത്തിൽ സങ്കടകരമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണത്. അതിന് എല്ലാത്തിനും പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിനും UDF-നും എല്ലാ കോൺഗ്രസ് അല്ലാത്തവരും ജനങ്ങൾ പാർട്ടി സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരു മോചനം കിട്ടിയിരിക്കണം. ആദ്യമായിട്ട് പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം MLA സ്ഥാനം ഒന്നുകിൽ MLA സ്ഥാനം ഏറ്റെടുക്കാതിരിക്കുക, അഥവാ ഏറ്റെടുത്താൽ തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അയാൾ രാജിവെക്കുക. അതാണ് പിണറായി വിജയന് ഏറ്റവും ഉപഭൂഷണമായിട്ടുള്ള കാര്യം. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അദ്ദേഹത്തിന് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചെങ്കിലും ആദ്യം ഇയാൾക്ക് ചങ്കുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കിള്ളിയാറിൻ്റെ കരയിലുള്ള കയ്യേറ്റം കംപ്ലീറ്റ് രാജീവ് ചന്ദ്രശേഖറും അവിടെ BJP-യും CPM-ൻ്റെയും കൗൺസിലർമാരും ചേർന്ന് പിടിച്ചിട്ടുള്ള കയ്യേറ്റം ഈ രാജീവ് ചന്ദ്രശേഖർ അത് ഒഴിപ്പിക്കാൻ വേണ്ടി സബ്മിഷൻ കൊണ്ടുവരുമോ എന്നൊരു സംശയം ഞാൻ അദ്ദേഹത്തിന് ചോദിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇത്രയും കോടികൾ മുടക്കിയാണ് ഇയാൾ ജയിച്ചത്. ആ നിയമത്ത് ജയിച്ചത് ഇയാൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. UDF-കാർ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇയാൾ BJP-യുടെയും CPM-ൻ്റെയും ഡീലിംഗ് സമ്പ്രദായത്തിലാണ് ഇയാൾ അവിടെ ജയിച്ചത്. ആ കിള്ളിയാറിൻ്റെ കര കംപ്ലീറ്റ് കയ്യേറിയിരിക്കുന്നത് ഇയാൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഇയാൾ സബ്മിഷൻ നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് ആദ്യം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആരാണ് കയ്യേറിക്കുന്നവരാണ്? CPM-ൻ്റെയും BJP-യുടെയും കൗൺസിലർമാർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കയ്യേറിയിരിക്കുന്ന കണ്ണാടിക്കട അവിടുത്തെ ആ കിള്ളിയാറിൻ്റെ കംപ്ലീറ്റ് കയ്യേറിയിരിക്കുന്നത്. കിള്ളിയാർ കണ്ടാൽ ഇപ്പോൾ ഒരു സാധാരണ ജനങ്ങൾക്ക് ചോദിക്കും, ആമേഴിഞ്ഞ ഇതാണോ മറ്റേ പാർവതി പുത്രനാണെന്ന് ചോദിക്കുന്ന സംവിധാനത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. കിള്ളിയാർ എന്ന് പറഞ്ഞാൽ കണ്ടാൽ വളരെ പരിതാപമാണ്. ഇത് BJP-യുടെയും CPM-ൻ്റെയും കൗൺസിലർമാർ കൈക്കൂലിയും വാങ്ങിച്ചുകൊണ്ട് അവർ കംപ്ലീറ്റ് കയ്യേറ്റം കൊടുത്തിരിക്കുന്നതാണ്. ഇത് രാജീവ് ചന്ദ്രശേഖരന് ധൈര്യമുണ്ടെങ്കിൽ ഇയാൾ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇയാൾക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്ന് ആദ്യം ഞാൻ ചോദിക്കുകയാണ്. വളരെ മികച്ച ഒരു വിജയമാണ് UDF ഇവിടെ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്നുള്ള ഒരു വിജയമാണ് പാർട്ടിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 100+ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സർവേയും പറയാത്ത ഒരു സർവേയാണ് അദ്ദേഹം നടത്തിയത്. ആ സർവേയാണ് കേരളത്തിൽ ശരിയായിട്ട് വന്നിരിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള സ്വജനപക്ഷപാതത്തിനുള്ള ഒരു വിധിയെഴുത്ത് കേരളത്തെ ജനത നടത്തിയിരിക്കുന്നു. അതിൽ കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതായത് 10 വർഷത്തെ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ ആദ്യത്തെ പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ CPM-ൻ്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം, പകൽക്കൊള്ള, അതുപോലെ ജനദ്രോഹ നടപടികൾ, സ്വജനപക്ഷപാതം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ വിലയിരുത്തുകയും ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടിയിട്ടുണ്ട്. കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ LDF-നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ
ഇത്രയും മോശപ്പെട്ട ഒരു പതനം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. കേരള ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ LDFന് ഇത്രയും LDFിൽ ജനാധിപത്യ വിശ്വാസികൾ മാറി നിൽക്കുകയും അവർ പ്രത്യേകത്തിൽ അവർ LDFിൽ മത്സരിക്കാതെ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ജനങ്ങളുടെ ദുരിതമരണം പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് ഈ പരാജയം.